നിങ്ങളുടെ വിഷയം കഴിഞ്ഞോ? എന്റെ ഭാഗം പറഞ്ഞോട്ടെ. അല്ല, അയ്യപ്പദാസ് പറയട്ടെ. ഒറ്റ കാര്യം. അല്ല, ഞാൻ ശ്രീ അനിൽകുമാർ, പക്ഷേ ദയവായി ഒരു ചർച്ചയാണ്, ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ചർച്ചയാണ്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച് അവിടെ എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു മര്യാദയും താങ്കൾ കാണിക്കാതെ എന്റെ മേൽ രാഷ്ട്രീയം കലർത്തി ഒന്നും പോവാന്ന് വിചാരിക്കരുത്. ഏത് ധിക്കാരം? ഏത് ധിക്കാരം? ഞാൻ എന്ത് ധിക്കാരം കാണിച്ചു? ശ്രീ അനിൽകുമാർ, ഞാൻ എന്ത് ധിക്കാരം? നിങ്ങൾക്ക് ഉത്തരവില്ലെന്നേ. നിങ്ങൾക്ക് പറയാൻ ഉത്തരവില്ല. ഓടക്കാൻ നിന്നാ സംഗതി കുലുമാലാവും. നിങ്ങൾക്ക് അവതാരകനെ ആക്ഷേപിക്കണം, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വ്യതിചലിക്കണം. ഇത് നിങ്ങളുടെ അജണ്ടയാണ്, നടത്തിക്കോ. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്ക മനസ്സിലായോ? താങ്കളുടെ ചോദ്യം അല്ല, അതിന് എന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് താങ്കൾ ഉത്തരം പറഞ്ഞോ? എന്റെ ചോദ്യം ഒരു സെക്കൻഡ്, എന്റെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞോ? ഈ കമ്പനിക്ക് ഈ ആരോപിക്കപ്പെടുന്ന പോലെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ എന്ന് ഞാനൊരു 10,000 വട്ടം ചോദിച്ചിട്ട് താങ്കൾ ഉത്തരം പറഞ്ഞോ? നന്നായിട്ട് അറിയായിരുന്നു ഈ തൊണ്ടേക്കർ കുരുങ്ങി. അത് പറഞ്ഞോ? ഞാൻ 10,000 വട്ടം മറുപടി പറയുന്നു. ആ ടെൻഡറിനെ ബാധിച്ച അല്ലല്ല, ചോദ്യം അതല്ല സാർ. ഈ ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? ചൂടാവട്ടെ. ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? ഉണ്ട്, ഇല്ല, അറിയില്ല. ഈ ഓപ്ഷനും തരാം, താങ്കൾ ഏതെങ്കിലും ഒരെണ്ണം പറയൂ. എ ഉണ്ട്, ബി ഇല്ല, സി അറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ? ആ ടെൻഡറിനെ ബാധിച്ച ഒരു രാഷ്ട്രീയ ബന്ധങ്ങളും സർക്കാരിനും CPM-നും ഇല്ല. ഇതാണോ എന്റെ ചോദ്യത്തിന് ഉത്തരം? വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ. ഞാൻ താങ്കൾക്ക് 3 ഓപ്ഷൻ വരെ തന്നു. ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിന് ഈ സ്ഥാപനവുമായി ബന്ധമുണ്ട്, ബന്ധമില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണം എടുക്കാൻ പറ്റുമോ താങ്കൾക്ക്? അതുപോലും പറ്റില്ല. ആരായിരുന്നാലും ശരിയാ, ഇവ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. അത് തന്നെയാണ് പറഞ്ഞത്. ഏത് പറഞ്ഞു? ഏത് പറഞ്ഞു? അങ്ങനെ ഊരിപ്പോവാന്ന് വിചാരിക്കരുത്, ഊരിപ്പോവാന്ന് വിചാരിക്കരുത്. ഇല്ല. എന്നിട്ട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞില്ല എന്നുള്ള ആക്ഷേപത്തിന് ഒരടിസ്ഥാനമില്ല. ശ്രീ അനിൽകുമാർ, എവിടെ ഓടിപ്പോയി? നോക്കൂ ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുക, ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഇരിക്കുക. താങ്കൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, അതൊന്നുമല്ല. എന്റെ ചോദ്യം അവിടെ കിടക്കല്ലേ? എന്റെ ചോദ്യം ആദ്യം അവിടെ കിടക്കല്ലേ ശ്രീ അനിൽകുമാർ? ബന്ധമുണ്ടോ? ബന്ധമില്ല, അറിയില്ല. ഇല്ല, പറഞ്ഞില്ല. അല്ലല്ല, ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ? ബന്ധം ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ എന്ന ചോദ്യം. ഒരു ബന്ധങ്ങളും ആ ടെൻഡറിനെ ബാധിച്ചോ എന്നല്ല ചോദ്യം. ബന്ധമുണ്ടോ എന്ന ചോദ്യം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ഒരു ബന്ധങ്ങളും ആ ടെൻഡർ. അപ്പൊ കാര്യം മനസ്സിലായി ശ്രീ അനിൽകുമാർ, പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല, അത് പറയാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് സമയം കളയണം, എന്നെ ആക്ഷേപിക്കണം ഒക്കെ പറഞ്ഞ് ഈ സമയം 1 മണിക്കൂർ കളയണം. ദയവായി ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് ദയവായി ഞാൻ അപേക്ഷിക്കാം, ഒരപേക്ഷ നടത്തുകയാണ്. ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം ദയവായി പറയണം. ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. ഈ പ്രസാദി എന്ന കമ്പനിക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവുമായി ബന്ധമുണ്ടോ? സിമ്പിൾ ചോദ്യം, ഉത്തരം പറയൂ. പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഞാൻ CPIM-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ കരാറുമായി സംസാരിക്കാനാണ്. സേഫ് കേരള അങ്ങനെയാണല്ലേ പദ്ധതിയുമായി അല്ലല്ല, ഞാൻ ഇത്രത്തോളം വിനയത്തോട് അപേക്ഷിച്ചിട്ട് പോലും താങ്കൾ ആ ചോദ്യത്തിൽ പിടിക്കില്ല എന്നാണെങ്കിൽ ഇതാണ് പ്രശ്നം ശ്രീ അനിൽകുമാർ. എന്നെ ആക്ഷേപിച്ചൊന്നും കാര്യമില്ല. ഇനി ശ്രീ ഷഫീർ പറയട്ടെ, ദയവായി താങ്കൾ സഹകരിക്കണം. ശ്രീ ഷഫീർ മറുപടി. അല്ലല്ല, മറുപടി പറഞ്ഞില്ല. ശരി, അപ്പോ ഒരു കാര്യം ശ്രീ CPM-ന്റെ പ്രതിനിധിക്ക് അവസരങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും നിരവധി തവണ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ അതിന്റെ ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പൊന്നാര മകന്റെ അമ്മായിയപ്പൻ പ്രസാദിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാടുള്ള വ്യക്തിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രസാദിയ കമ്പനിയുമായിട്ട് സാമ്പത്തിക ഇടപാട് ഉള്ളത് മാത്രമല്ല, പ്രസാദിയ കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ അമ്മായിയപ്പന്റെ എറണാകുളത്തെ ഗസ്റ്റ് ഹൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. അതിന് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള രേഖകളിൽ കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ മകന്റെ അമ്മായിയപ്പന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഉപകരാറും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലെ ക്യാമറ വെപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കൂടി സമഗ്രമായിട്ട് അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുക. ഞങ്ങൾ സഹകരിക്കാം.
പിണറായി വിജയന്റെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകരൻ ഫയലിൽ എഴുതിയിരിക്കുന്ന ഒരു രേഖയുണ്ട്. ഈ കമ്പനികളുമായിട്ടും ഉപകരാറുമായിട്ട് ബന്ധപ്പെട്ട ഇടപാടുകൾ നിർത്തിവെക്കണം. എനിക്കറിയില്ല. തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അതിനകത്ത് പലതരത്തിലുള്ള ദുരൂഹതകൾ മണക്കുന്നു. ബിജു പ്രഭാകരന്റെ നോട്ട്, ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറി, നിങ്ങളത് അതിനകത്ത് പരിഗണിച്ചില്ല. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ ടെൻഡറിൽ ഒരു കള്ളത്തരമില്ല. ടെൻഡറിൽ കള്ളത്തരമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ടെൻഡർ? ടെൻഡർ അറിയണമെങ്കിൽ ഈ കരാറിലെ ടെൻഡർ നടപടികളുടെ പിന്നെ ബിഡ് നമ്പർ 2.2 കോളൻ നമ്പർ 2.2 നിങ്ങൾ വായിക്കണം. രണ്ടാമത്തെ കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് 10 കൊല്ലത്തെ പ്രവർത്തന പരിചയം ഇല്ലാത്ത ഒരു കമ്പനിക്കും ബിഡിൽ പങ്കെടുക്കാൻ പാടില്ല. ബെസ്റ്റ് തീരുമാനമായി. എന്റെ ചോദ്യം, നിങ്ങളുടെ അമ്മായിയപ്പന്റെ കമ്പനിക്ക്, പ്രസാഡിയോ കമ്പനിക്ക് 10 കൊല്ലത്തെ പ്രവർത്തന പരിചയം എവിടെയുണ്ട്? തെളിയിക്കാമോ? അല്ല അത് പിന്നെ എന്ത് തീർന്നില്ല. ടെൻഡർ വിളിക്കുന്ന സമയത്ത് 3 കൊല്ലം പരിചയമുണ്ടായിരുന്ന അക്ഷരയെ നിങ്ങൾ എങ്ങനെയാണ് ആ ടെൻഡറിൽ ഉൾപ്പെടുത്തിയത്? അശോക ബിൽഡേഴ്സ് എന്ന് പറയപ്പെടുന്ന ഗുജറാത്ത് കമ്പനിക്ക് പ്രവൃത്തി പരിചയമുണ്ടോ? 10 കൊല്ലത്തെ പ്രവർത്തന പരിചയമുണ്ടോ? ഈ 3 കമ്പനികളും ഊരാളുകളുമായിട്ടും SRITയുമായിട്ടും ബന്ധപ്പെട്ട ഈ 3 കമ്പനികൾക്കും എങ്ങനെയാണ് എല്ലാ ഉപകരാറുകളും പ്രസാഡിയിലേക്ക് മാത്രം പോകുന്നത്? അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അവിടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് വരുമ്പോഴാണ് ബിഡിലെ പ്രധാനപ്പെട്ട കരാറിലെ 2.2 എന്ന് പറയുന്ന വ്യവസ്ഥയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ മൂഞ്ചും. എന്റെ ബോസ് എന്നെ പഞ്ഞിക്കിടും. ബിഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കരാറിന്റെ മാൻഡേറ്ററി പ്രൊവിഷനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ പ്രസാഡിയോക്കും ഈ അക്ഷരയ്ക്കും ഈ പറയപ്പെടുന്ന കമ്പനിക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നനിൽകുമാറെ, അത് നിങ്ങളുടെ ക്യാബിനറ്റ് പാസ്സാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മായിയപ്പൻ ബന്ധം തന്നെയാണ്. പദ്ധതിക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുടെ മുമ്പിലേക്ക് വരുന്നു. ആ മന്ത്രിസഭയുടെ മുമ്പിൽ വരുന്ന രേഖ എന്താണ്? ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി എഴുതിയ 2 കുറിപ്പുകളാണ്. എന്താണ് കുറിപ്പ്? ഈ കമ്പനികൾക്ക് ഉപകരാർ കൊടുക്കാൻ പാടില്ല, അഴിമതിയാണ്, അഴിമതിയാണ്. പിന്നെ നാണക്കെടുത്തി. ആ കരാർ അങ്ങനെ നിൽക്കവേ സാധാരണഗതിയിൽ എന്താ ചെയ്യുക മന്ത്രിസഭ? ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറി 2 ഫയലുകളിൽ എഴുതി വെച്ച വിയോജന കുറിപ്പിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കരാർ റദ്ദ് ചെയ്യും. എന്നാൽ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയെയും വീറ്റോ ചെയ്തുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ തീരുമാനത്തിന്റെ മുകളിലൂടെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് വെച്ച് മന്ത്രിസഭ ഒറ്റയടിക്ക് ഇതങ്ങ് പാസ്സാക്കി വിടുകയായിരുന്നു. അതൊരു പോരായ്മ തന്നെയാണ്. അവിടെയാണ് പ്രസാഡിയോ എന്ന് പറയപ്പെടുന്ന കമ്പനിയുടെ അമ്മായിയപ്പൻ ബന്ധം പിണറായി വിജയൻ തന്റെ മന്ത്രിമാരുടെ മുഴുവൻ പേരെയും ഇരുത്തിക്കൊണ്ടെടുത്ത തീരുമാനമായിട്ട് വരുന്നത്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ വിയോജന കുറിപ്പിനെ മന്ത്രിസഭയിലെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ കൈകടത്തി വിടുന്നത്, അഥവാ തട്ടി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കേസിലെ 1-ാം പ്രതിയാണ്. അഴിമതി അദ്ദേഹം കൂടി അറിഞ്ഞിട്ടാണ്. ഊരാളുങ്കലിന്റെ കമ്പനി, ഇനി കെ ഫോണുമായി ബന്ധപ്പെട്ട കമ്പനി, അശോക ബിൽഡേഴ്സുമായി ബന്ധപ്പെട്ട കമ്പനി, നമുക്ക് പരിശോധിക്കാം. ഈ പറയപ്പെടുന്ന 4-5 കമ്പനികളുടെ എല്ലാ പർച്ചേസിംഗ് ഓർഡറും എല്ലാ ഉപകരാറുകളും കിട്ടിയിരിക്കുന്നത് പ്രസാഡിയേക്ക. വക്കച്ചൻ ചേട്ടൻ ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ 4 പ്രമുഖ കമ്പനികളുടെ ഉപകരാറുകളും പർച്ചേസിംഗ് അനുവാദവും കിട്ടിയിരിക്കുന്ന പ്രസാഡിയോ എന്ന് പറയുന്ന കമ്പനിക്ക് കിട്ടിയെങ്കിൽ അതിന്റെ പിറകിൽ മുഖ്യമന്ത്രിയുടെ അദൃശ്യ കരങ്ങളില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചോ അല്ലേ? കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ